നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും 1 PM ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാനത്തിനകത്തും പുറത്തും വ്യാപക റെയ്ഡുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തന്ത്രി കണ്ഠരര് രാജീവരൊഴികെ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുടെ വീടുകളും ഇവരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഉൾപ്പെടെ 21 ഇടങ്ങളിലാണ് ഒരേ സമയം പരിശോധന. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും പരിശോധന തുടരുകയാണ്. രാവിലെ 6 മണിയോടെ തുടങ്ങിയ റെയ്ഡ് 7 മണിക്കൂർ പിന്നിട്ടു. സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണം വെളുപ്പിക്കലിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം. ഈ മാസം 9-ന് ECIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായി ഒരേ സമയം വ്യാപക പരിശോധന. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെയും ബംഗളൂരുവിലെയും വസതികളിലും പത്മകുമാറിന്റെ ആറന്മുളയിലെ വസതിയിലും മുരാരി ബാബുവിന്റെ ചങ്ങനാശ്ശേരിയിലെ വസതിയിലും ഒരേ സമയമായിരുന്നു പരിശോധന. സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ബെല്ലാരിലെ വീട്ടിലും റൊദ്ധം ജ്വല്ലറിയിലും പരിശോധന നടന്നു. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും CEO പങ്കജ് ഭണ്ഡാരയുടെ വീട്ടിലും ED ഉദ്യോഗസ്ഥരെത്തി. തിരുവനന്തപുരം വെഞ്ഞാറമൂടിന് സമീപമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലും പരിശോധന നടന്നു. ഇവിടെ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാതാവിനെ കൂട്ടിയാണ് കാരേറ്റിലെ വസതിയിൽ ED ഉദ്യോഗസ്ഥരെത്തിയത്. ഇതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തിയ ED ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥരെത്തും വരെ 1 മണിക്കൂറിലേറെ കാത്തിരിക്കേണ്ടി വന്നു. കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണം കണ്ടെത്തുക, പണം ആർക്കൊക്കെ ലഭിച്ചെന്ന് കണ്ടെത്തുക, നിർണായകമായ രേഖകളും ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുക്കുക, കള്ളപ്പണം വെളുപ്പിക്കലിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ടെന്ന് കണ്ടെത്തുക എന്നിവയാണ് പരിശോധനയുടെ ലക്ഷ്യമെന്ന് ED വ്യക്തമാക്കി. ശബരിമലയിലെ വഴിപാടുകളിലും ആചാരങ്ങളും നടന്ന ക്രമക്കേടുകൾ ഉൾപ്പെടെ സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും അതും PMLA പരിധിയിൽ കൊണ്ടുവരുമെന്നും ED അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 3 സംസ്ഥാനങ്ങളിലായാണ് 21 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടക്കുന്നത്. ടോബി ജോൺസൺ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായുണ്ട്. ടോബി, 7 മണിക്കൂർ പിന്നിടുകയാണ്. 3 സംസ്ഥാനങ്ങളിൽ 21 ഇടങ്ങളിലായി. അതിൽ തന്ത്രിയുടെ വസതിയിൽ പരിശോധന നടത്തുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനവുമാണ്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും പ്രതികളായിട്ടുള്ള എല്ലാവരുടെയും, അതായത് അതിൽ തന്ത്രി ഒഴികെയുള്ള ബാക്കി എല്ലാവരുടെയും വീടുകളിലും അതുപോലെ തന്നെ അനുബന്ധ സ്ഥലങ്ങളിലും എല്ലാം തന്നെ പരിശോധന നടത്തുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. ആ പരിശോധന ഏകദേശം 7 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. നിർണായകമായിട്ടുള്ള ഒരു പരിശോധന തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹൈക്കോടതിയിൽ നേരത്തെ തന്നെ ED ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൽ വരുന്ന, അതിന്റെ കീഴിൽ വരുന്നതാണെന്ന് നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ ED വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഇടപാടുകൾ അടക്കം വിശദമായി പരിശോധിക്കും. ഈ പ്രതികളായിട്ടുള്ളവരുടെയും അതുപോലെ തന്നെ അവരുമായി ചേർന്ന് നിൽക്കുന്നവരുടെയും എല്ലാം തന്നെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതുമായി മുന്നോട്ട് പോകാൻ, ഈ സാമ്പത്തിക സ്രോതസ്സുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുകൾ എടുക്കാനൊക്കെ EDക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധനയിലേക്കാണ് കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. രാവിലെ 6:30 അതീവ രഹസ്യമായിട്ടുള്ള ഒരു നീക്കമാണ് ED ഇന്ന് നടത്തിയത്. പരിശോധനകൾക്കൊന്നും വരില്ല എന്നുള്ളൊരു ചില അഭ്യൂഹങ്ങൾ പരന്നിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായി വളരെ പെട്ടെന്ന് തന്നെ എല്ലാ പ്രതികളുടെയും വീടുകളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലും എല്ലാം തന്നെ കേരളത്തിനകത്തും പുറത്തുമെല്ലാം ഒരേ സമയത്തുള്ള ഒരു മിന്നൽ പരിശോധന എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു റെയ്ഡായിരുന്നു. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതിനു മുൻപേ തന്നെ SIT സംഘം ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ വിശദമായ പരിശോധന നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നിന്ന് EDക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത് ഒരു ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക സ്രോതസ്സുകൾ, എവിടെ നിന്നൊക്കെ പണം വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെ പണം ഇവർ ചെലവഴിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കണക്കുകളെല്ലാം കൃത്യമായി പരിശോധിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിൽ, സ്വർണ്ണക്കൊള്ള നടന്ന ആ ഒരു കാലയളവിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടമുണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി ED പരിശോധിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡിലേക്കോ അടക്കം ഈ അന്വേഷണം നീണ്ടിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇനിയും ഈ അന്വേഷണം, ഈ പരിശോധന നീളുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ED കടന്നിട്ടുള്ളത്. അതാണ് ഈ പരിശോധന രാവിലെ 6 മണിയോടെ ആരംഭിച്ചു. ഇപ്പോൾ 1 മണിയാകുമ്പോൾ 7 മണിക്കൂർ പിന്നിടുകയാണ്. പരിശോധന തുടരുകയാണ്. ഇത് എത്ര സമയം നീളും, എത്ര ദിവസം നീളും എന്നുള്ളതിലൊന്നും ഈ ഘട്ടത്തിൽ വ്യക്തതയില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘം സന്നിധാനത്ത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന വാതിലുകളും പ്രഭാമണ്ഡലവും ഉൾപ്പെടെ പരിശോധിക്കും. അതേസമയം ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതി SIT കസ്റ്റഡിയിൽ വിട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്വർണ്ണപ്പാളികളുടെ അളവും തൂക്കവും അടക്കമുള്ള കാര്യങ്ങളാണ് SIT വീണ്ടും അന്വേഷണം നടത്തുന്നത്. കൊടിമരം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധമുള്ള കാര്യങ്ങളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണമുണ്ടാകും. സന്നിധാനത്ത് 2 ദിവസം തങ്ങി വിശദമായ വിവരങ്ങൾ ശേഖരിക്കാനാണ് SITയുടെ തീരുമാനം.
SIT തലവൻ SP ശശിധരൻ അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ശബരിമലയിലെത്തി വീണ്ടും അന്വേഷണം നടത്തുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. ഹർജിയിൽ വിധി പിന്നീട് പറയും. ദ്വാരപാലക കേസിൽ അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയായിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് കാട്ടിയായിരുന്നു ജാമ്യ ഹർജി. ജാമ്യം ലഭിച്ചാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനാകില്ല. നിലവിൽ കട്ടിലപ്പാലി കേസിൽ റിമാൻഡിൽ തുടരുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാറിനെ ഒരു ദിവസത്തെ SIT കസ്റ്റഡിയിൽ വിട്ടു. 24 കൊല്ലം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രി VN വാസവന്റെ രാജി ആവശ്യപ്പെട്ട് BJP പ്രതിഷേധം. മന്ത്രിയുടെ കോട്ടയം ഏറ്റുമാനൂരിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച BJP പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തിരുവനന്തപുരത്ത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വസതിയിലേക്കും BJP മാർച്ച് നടത്തി. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്ന് V മുരളീധരൻ ആവശ്യപ്പെട്ടു. ശബരിമലയിലുണ്ടായ ക്രമക്കേടുകൾ സിസ്റ്റത്തിലുണ്ടായ പരാജയമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ. സത്യം അന്വേഷിച്ചുള്ള ഏത് പ്രവൃത്തിക്കും ഒപ്പമുണ്ടാകും. ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ വിശ്വാസികൾക്ക് സംശയങ്ങളുണ്ട്. അത് വീണ്ടെടുക്കാനുള്ള ഇടപെടൽ നടത്തുമെന്നും K ജയകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. സത്യം അന്വേഷിക്കുന്ന ഏതൊരു പ്രവർത്തനവും നടക്കട്ടെ. നമ്മളിപ്പോൾ എന്താ പ്രതികരിക്കേണ്ടത്? അവർ സത്യം അന്വേഷിച്ച് വന്നു, അവർ നടത്തട്ടെ. നമ്മളെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. കോടതി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെപ്പറ്റി ഒരഭിപ്രായവും ഞാൻ പറയില്ല. ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ കോടതി അന്വേഷിക്കട്ടെ. ബോർഡ് എന്ന് പറയുന്ന സ്ഥാപനവും ഞങ്ങളുടെ ഭരണസമിതിയും അതിനെല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും എന്നുള്ളതല്ലാതെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് ശരിയല്ല, പറയുകയുമില്ല. അറസ്റ്റ് ചെയ്യേണ്ടവർ അറസ്റ്റ് ചെയ്യണം. സത്യം അന്വേഷിച്ചിട്ടുള്ള ഏതൊരു പ്രവൃത്തിക്കും നമ്മൾ കൂടെ നിൽക്കും. പുതിയ ബോർഡിൻ്റെ ഒരു ചാലഞ്ച് തന്നെ എന്താണ്? ഈ സംഭവങ്ങൾ കൊണ്ടെല്ലാം വിശ്വാസികൾക്ക് ദേവസ്വം ബോർഡിൽ എന്തെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കണം. അത് വീണ്ടെടുക്കുന്നത് എങ്ങനെ? അതിപ്പം കൂടെ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. വീണ്ടെടുക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ കൂടുതൽ സുതാര്യത ഉണ്ടാവണം, അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കണം. അത്തരത്തിലുള്ള സിസ്റ്റംസ് പരിഷ്കരിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഞാനും. ഇനി ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട അടുത്ത വാർത്തയിലേക്കാണ്. മന്ത്രിസഭ തയ്യാറാക്കി നൽകിയ നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്ര വിമർശനം പൂർണ്ണമായി വായിക്കാതെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഗവർണറുടെ നടപടിയെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നയപ്രഖ്യാപനം പൂർണ്ണമായി അംഗീകരിക്കണമെന്ന് സഭയിൽ ആവശ്യപ്പെട്ടു. ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലെന്ന് കേട്ടാൽ ജനങ്ങൾക്ക് ചിരിയാണെന്നും ഏത് നിമിഷം വേണമെങ്കിലും ഒരുമിക്കും എന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. സാധാരണ പോലെ കടന്നുപോയെന്ന് തോന്നിച്ച നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞായിരുന്നു അപ്രതീക്ഷിത ട്വിസ്റ്റ്. പ്രസംഗം പൂർത്തിയാക്കി മടങ്ങിയ ഗവർണറെ യാത്രയാക്കിയ ശേഷം മടങ്ങി വന്ന മുഖ്യമന്ത്രിയാണ് പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയെന്നും ചില ഭാഗത്ത് കൂട്ടിച്ചേർക്കൽ നടത്തിയെന്നും സഭയെ അറിയിച്ചത്. പ്രസംഗത്തിലെ 12, 15, 16 ഖണ്ഡികകളാണ് ഒഴിവാക്കലും കൂട്ടിച്ചേർക്കലും നടന്നതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗം അംഗീകരിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അസാധാരണ നടപടി. സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുകയാണ്. ഈ വിഷയങ്ങളിൽ എൻ്റെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അവ ഒരു ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തിരിക്കുകയുമാണ്. ഉദ്ധരണി അവസാനിച്ചു. ഈ വാചകം ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയിട്ടുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയവ ഉൾപ്പെടുത്തിയും കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കിയും മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് ആധികാരികമായ നയപ്രഖ്യാപന പ്രസംഗമായി അംഗീകരിക്കണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. മന്ത്രിസഭ തയ്യാറാക്കി നൽകിയ പ്രസംഗത്തിലെ ഒഴിവാക്കലും കൂട്ടിച്ചേർക്കലും രേഖകളിൽ ഉണ്ടാകില്ലെന്ന് സ്പീക്കറും വ്യക്തമാക്കി. നിയമസഭയെ ബഹുമാനപ്പെട്ട ഗവർണർ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തുന്നത് ഗവൺമെന്റ് വേണ്ടി ക്യാബിനറ്റ് അംഗീകരിച്ച പ്രസംഗമാണ്. അതിൽ നിന്ന് വിട്ടുപോകുന്നതോ വ്യതിചലിക്കുന്നതോ ആയിട്ടുള്ള പരാമർശങ്ങൾ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതല്ല. അതാണ് നമ്മുടെ സഭയുടെ കീഴ്വഴക്കം. എല്ലാ കാര്യങ്ങളിലും ഒത്തുതീർപ്പിലെത്തുന്ന ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പരിഹാസ്യമാണെന്നായിരുന്നു പ്രതിപക്ഷ നിലപാട്. ക്യാബിനറ്റ് തയ്യാറാക്കി കൊടുക്കുന്ന പ്രസംഗമാണ് ഗവർണർ വായിക്കേണ്ടത്. ഗവർണർക്ക് പേഴ്സണൽ വ്യൂസ് പറയാനുള്ള അധികാരമില്ല. ഗവർണർക്ക് കൂട്ടിച്ചേർക്കാനോ വിട്ടുകളയാനുള്ള അധികാരമില്ല. അതൊരു ഭരണഘടനാപരമായ കാര്യമാണ്. അതിനോട് ഞങ്ങൾ യോജിക്കുന്നു. പക്ഷേ ഗവർണറും ഈ സർക്കാരും തമ്മിലുള്ള തർക്കം എന്ന് പറഞ്ഞാൽ ആളുകൾ ചിരി തുടങ്ങുമ്പോൾ, കാരണം ഏത് രാത്രി വേണമെങ്കിലും സെറ്റിൽമെന്റ് ആവാം. മുഖ്യമന്ത്രിയുടെയും സ്പീക്കറുടെയും നടപടികളോട് ലോക്ഭവൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം.
രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനത്തിനാണ് തുടക്കമായത്. 2 മണിക്കൂറോളം നീണ്ട നയപ്രഖ്യാപന പ്രസംഗം സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറയുന്നതും ക്ഷേമപ്രവർത്തനം തുടരുമെന്ന് പ്രഖ്യാപിക്കുന്നതുമായിരുന്നു. വികസന പദ്ധതികൾക്ക് കേന്ദ്രം പണം നൽകുന്നില്ല എന്നും നയപ്രഖ്യാപനത്തിൽ വിമർശനമുണ്ട്. പൊള്ളയായ അവകാശവാദങ്ങളാണ് നയപ്രഖ്യാപനത്തിലുള്ളതെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള അവസാന നിയമസഭാ സമ്മേളനത്തിനാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമായത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം സൂചിപ്പിച്ചായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തുടക്കം. സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും സംസ്ഥാനം ക്ഷേമ പദ്ധതികൾ നടപ്പാക്കി. കഴിഞ്ഞ 10 വർഷത്തിനിടെ വലിയ സാമൂഹിക മുന്നേറ്റമുണ്ടാക്കിയെന്നും ക്ഷേമപ്രവർത്തനങ്ങൾ തുടരുമെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ. Kerala enters this year a decisive moment in its development journey. The state has consolidated its position as one of India's most socially advanced and institutionally robust states. My government has effectively eradicated extreme poverty while providing near universal access to education, health care, sanitation, and social security. വായ്പാ പരിധി വെട്ടിക്കുറച്ചത് വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്നതുൾപ്പെടെ കേന്ദ്രത്തെ വിമർശിക്കുന്ന പരാമർശങ്ങളും നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ട്. അർഹമായ വിഹിതം വെട്ടിക്കുറച്ചത് എല്ലാ മേഖലകളെയും ബാധിച്ചു. തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി സംസ്ഥാനത്തിന് തിരിച്ചടിയായെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ. The retrospective effect wide union finance ministries, the retrospective effect given to the cutback in the eligible open market borrowing limit is a highly prejudicial action faced by my government. Kerala has been in the forefront of implementing the demand-based employment scheme, Mahatma Gandhi National Rural Employment Program. The recent amendment to the said scheme, transforming it as VB-Gram G, is a setback for Kerala as the assistance of the union has come down from 100 to 60%. തെറ്റായ കാര്യങ്ങൾ ഗവർണറെ കൊണ്ട് വായിപ്പിച്ചാണ് നയപ്രഖ്യാപന പ്രസംഗം നടത്തിയതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. തെറ്റായ അവകാശവാദങ്ങളും അർദ്ധസത്യങ്ങളും കുത്തി നിറച്ച് ഗവൺറെ കൊണ്ട് പ്രസംഗിപ്പിച്ചിട്ടുള്ള ഒരു തെറ്റായ ഡോക്യുമെന്റാണ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. മാർച്ച് 26 വരെയാണ് നിയമസഭാ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ മാസം 29-ന് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും. 24 തിരുവനന്തപുരം. തമിഴ്നാട് നിയമസഭയും ഇന്ന് നാടകീയ രംഗങ്ങൾക്ക് വേദിയായി. നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തിയ ഗവർണർ RN രവി ഇറങ്ങിപ്പോയി. ദേശീയഗാനം വീണ്ടും അപമാനിക്കപ്പെട്ടുവെന്നാണ് തമിഴ്നാട് ലോക് ഭവന്റെ പ്രതികരണം. സഭയെ ഗവർണർ അവഹേളിച്ചുവെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിമർശിച്ചു. നിയമസഭയുടെ ഈ വർഷത്തെ ആദ്യ സമ്മേളനത്തിലും ഗവർണർ RN രവി പതിവ് തെറ്റിച്ചില്ല. നയപ്രഖ്യാപന പ്രസംഗത്തിന് മുൻപേ സഭ വിട്ടിറങ്ങി. തമിഴ് തായ്വാഴ്ത്തിനു ശേഷം ദേശീയഗാനം ആലപിക്കാത്തതാണ് ഗവർണറെ ചൊടിപ്പിച്ചത്. സഭ തുടങ്ങുമ്പോൾ തമിഴ് തായ്വാഴ്ത്തും സഭ പിരിയുമ്പോൾ ദേശീയഗാനവും ആലപിക്കുന്നതാണ് തമിഴ്നാട് നിയമസഭയിലെ പതിവ്. ഗവർണർ സഭയെ അപമാനിച്ചുവെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതെ സഭ വിട്ടിറങ്ങിയതിന് 13 കാരണങ്ങൾ നിരത്തി ലോക് ഭവൻ. ഗവർണറുടെ മൈക്ക് തുടർച്ചയായി ഓഫായി. പ്രസംഗത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന പരാമർശങ്ങളുണ്ടായി. ജനങ്ങൾ നേരിടുന്ന പല പ്രധാന പ്രശ്നങ്ങളും നയപ്രഖ്യാപനത്തിലില്ല. 12 ലക്ഷം കോടി നിക്ഷേപം ആകർഷിച്ചു എന്ന സർക്കാർ വാദം ശരിയല്ല. സ്ത്രീകൾക്കും ദളിതർക്കുമെതിരായ അതിക്രമങ്ങളിൽ സർക്കാർ ഇടപെടുന്നില്ലെന്നും ലോക് ഭവൻ പ്രസ്താവനയിൽ ആരോപിച്ചു. 24 ചെന്നൈ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡും മലപ്പുറത്തും ജയിച്ചവരുടെ പേര് പരാമർശിച്ച് നടത്തിയ വിവാദ പ്രസ്താവനയിൽ മന്ത്രി സജി ചെറിയാനെ തള്ളി CPIM. വർഗീയത പറയുന്ന ഒരാളോടും CPIMന് യോജിപ്പില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CPIM കേന്ദ്ര നേതൃത്വത്തിനും സജി ചെറിയാന്റെ പരാമർശങ്ങളിൽ വിയോജിപ്പുണ്ട്. സജി ചെറിയാൻ മന്ത്രി പദവിയിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്ന് പ്രതിപക്ഷം പ്രതികരിച്ചു. മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് മറുപടി പറയാതെ കഴിഞ്ഞ ദിവസം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിഞ്ഞുമാറിയിരുന്നു. പരാമർശത്തിൽ വിമർശനം ശക്തമാകുന്നതിനിടെ ഇന്ന് MV ഗോവിന്ദന് പ്രതികരണം ഇങ്ങനെ. നല്ല ഭാഷയിൽ വർഗീയ വിരുദ്ധമല്ലാത്ത എല്ലാ അർത്ഥത്തിലും ശരിയായ ഭാഷയിൽ ആര് പറഞ്ഞാലും അതിനെ ഞങ്ങൾ യോജിക്കുന്നില്ല.
വർഗീയ വിരുദ്ധമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. അതാ ഞാൻ പറഞ്ഞത്, അത്രയും പറഞ്ഞു ഞാൻ. ഇനി അതിൻ്റെ അപ്പുറം പറയണ്ട. വർഗീയത പറയുന്ന ഒരാളുടെ നിലപാടിനോടും CPIM യോജിപ്പില്ല. ഇടതുപക്ഷത്തെ ദുർബലമാക്കുന്ന പരാമർശമാണ് സജി ചെറിയാന്റേതെന്നാണ് CPIM കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. വിവാദ പരാമർശത്തിൽ വിമർശനം തുടരുകയാണ് പ്രതിപക്ഷം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ, ഭരണചരിത്രത്തിൽ ഒരു മന്ത്രിയോ ഒരു രാഷ്ട്രീയ നേതാവോ നടത്താത്ത ഞെട്ടിക്കുന്ന പരാമർശമാണ് സജി ചെറിയാൻ നടത്തിയത്. ജയിച്ചു വന്നവരുടെ ജാതി നോക്കാനാണ് പറഞ്ഞത്. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിട്ടാണ് ആ മന്ത്രി അവിടെ ഇരിക്കുന്നത്. അദ്ദേഹം അവിടെ ഇരിക്കാൻ യോഗ്യനല്ല. മതതീവ്രവാദികളായിട്ടുള്ള ആളുകൾ പോലും ഇങ്ങനെ പറഞ്ഞതായി കേട്ടിട്ടില്ല. മോന്തായം വളഞ്ഞാൽ 64 വളയെന്ന് നമ്മൾ ആൾക്കാർ പറയാറുണ്ട്. ഇത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന, ഇങ്ങനെ വർഗീയ വിഷം വയ്ക്കുന്ന പ്രസ്താവനകൾ ഇങ്ങനെ ഓരോന്നോരോ എന്ത് വില കൊടുത്തും 10 വോട്ട് കിട്ടണം. മുഖ്യമന്ത്രിക്ക് ആർജവമുണ്ടെങ്കിൽ ആ മന്ത്രിയെ ക്യാബിനറ്റിന് പുറത്താക്കണം. വിവാദ പരാമർശങ്ങളിൽ മന്ത്രി സജി ചെറിയാനെയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും രൂക്ഷമായി വിമർശിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം മുഖപ്രസംഗമെഴുതി. അതേസമയം മന്ത്രി V. അബ്ദുറഹ്മാൻ ജമാഅത്തെ ഇസ്ലാമി പരിപാടി ഉദ്ഘാടനം ചെയ്തതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ MV ഗോവിന്ദൻ പ്രതികരിച്ചില്ല. വർഗീയത പറയുന്ന ഒരാളുടെ നിലപാടിനോടും CPIM യോജിപ്പില്ല. ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ മന്ത്രി V. അബ്ദുറഹ്മാനും തയ്യാറായില്ല. ഇതിനിടെ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P. മുജീബ് റഹ്മാൻ ഉദ്ഘാടകനായ വേദിയിൽ CPIM MLA ദലീമ പങ്കെടുത്ത ദൃശ്യങ്ങളും പുറത്തുവന്നു. 24 തിരുവനന്തപുരം. ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുത്തതിൽ വിശദീകരണവുമായി ദലീമ CPIM MLA രംഗത്തെത്തിയിട്ടുണ്ട്. ചാരിറ്റി സംഘടനയുടെ പരിപാടിയിലാണ് പങ്കെടുത്തത് എന്നതാണ് ദലീമയുടെ വിശദീകരണം. അത് കേൾക്കാം. ഞാനവിടെ കനിവെന്ന് പറയുന്ന ചാരിറ്റി ചെയ്യുന്ന സംഘടന അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പാവപ്പെട്ടവന് വേണ്ടി ഒരു ആംബുലൻസ് കിട്ടുന്നുണ്ട്, അതിന്റെ താക്കോലൊന്ന് നിർവഹിക്കണം എന്ന് പറഞ്ഞു. ചാരിറ്റി ആരെന്ത് ചെയ്താലും അവിടെ മറ്റൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ചാരിറ്റി അല്ലേ. പാവപ്പെട്ടവന് വേണ്ടി എന്ത് ചെയ്യുന്നതിൽ അതിൽ എന്ത് ചിന്തിക്കാനാണ്? നന്മകൾ ചെയ്യുന്നത് നല്ലതായിട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ. സമുദായ നേതാക്കളുടെ രൂക്ഷ വിമർശനം തുടരുമ്പോഴും നിലപാടിൽ ഉറച്ചും എന്നാൽ പ്രകോപനം ഒഴിവാക്കിയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സമുദായ നേതാക്കൾ വർഗീയത പറഞ്ഞാൽ എതിർക്കുമെന്നും അവരുടെ നിലപാട് UDF-നെതിരാണ് എന്ന് കരുതുന്നില്ല എന്നും VD സതീശൻ പറഞ്ഞു. VD സതീശൻ SNDP യോഗത്തെ തെരുവിലിട്ട് ആക്ഷേപിക്കുന്നു എന്ന് വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തി. NSS-ഉം SNDP-യും സംയുക്തമായി എതിർത്തിട്ടും പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് പോലും ആവശ്യമായ പിന്തുണ ലഭിക്കാതിരുന്നിട്ടും VD സതീശൻ വിമർശനം തുടർന്നു. പക്ഷേ പ്രകോപനമില്ല. എന്നെ വിമർശിക്കാം, എന്റെ നടപടികളെ വിമർശിക്കാം, ഒരു കുഴപ്പമില്ല. വർഗീയത പറഞ്ഞാൽ ആ വർഗീയതയെ എതിർക്കുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. അതിനൊരു കോംപ്രമൈസും ഇല്ല. അത് ഞങ്ങളുടെ UDF-ന്റെ കൂടെ നിലപാടാണ്. എല്ലാ സമുദായങ്ങളെയും ചേർത്തു നിർത്തുമെന്നും വർഗീയതയോട് കോൺഗ്രസ് യോജിക്കില്ലെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പറഞ്ഞു. ഞങ്ങൾ എല്ലാ സമുദായങ്ങളോടും ഞങ്ങൾ അടുപ്പം കാണിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് നിലപാടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, വർഗീയതയ്ക്കെതിരായിട്ടുള്ള സന്ധിയില്ലാത്ത നിലപാടാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷമായ വിമർശനം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്നും തുടർന്നു. VD സതീശൻ SNDP യോഗത്തെ തെരുവിലിട്ട് ആക്ഷേപിക്കുന്നുവെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറ്റപ്പെടുത്തൽ. സവർണ ഫ്യൂഡൽ മാടമ്പി മാനസികാവസ്ഥയാണ് സതീശന്റേത്. വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു. വെള്ളാപ്പള്ളിയുടെയും മന്ത്രി സജി ചെറിയാന്റെയും ലീഗ് വിമർശനത്തിന് മറുപടിയുമായി മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും രംഗത്ത് വന്നു. ഒരു തരം ടാർഗറ്റിംഗ്, ഒരു തരം കമ്മ്യൂണൽ പ്രചരണം അത് നമ്മൾ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇവരിൽ നിന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ്. ന്യൂസ് ഡെസ്ക് 24. കോഴിക്കോട്ട് ബസ്സിലെ ലൈംഗിക അതിക്രമ ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ യുവതി ഒളിവിലെന്ന് സൂചന. ഇന്നലെ കേസെടുത്തതിന് പിന്നാലെ യുവതി ഒളിവിൽ പോയെന്നാണ് സംശയം. പ്രതിയെ പിടികൂടി ശിക്ഷ നടപ്പാക്കിയാലേ ദീപകിന് നീതി കിട്ടൂവെന്ന് കുടുംബം പ്രതികരിച്ചു. ഒരമ്മക്ക് ഇങ്ങനത്തെ യോഗ ആർക്കും സഹിക്കാൻ പറ്റൂല. ഈ പൈതൽ മാത്രമേ ഞങ്ങളെ നോക്കാനുള്ളൂ. അതിന് എളുപ്പം കൊണ്ടുപോയത്. ദീപകിന്റെ മരണത്തിൽ അധിക്ഷേപ വീഡിയോ പോസ്റ്റ് ചെയ്ത യുവതിക്കെതിരെ കുടുംബം പരാതി നൽകിയതിനു പിന്നാലെ ഇന്നലെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് ദീപകിന്റെ വീട്ടുകാരുടെയും പ്രതിയുടെയും മൊഴി രേഖപ്പെടുത്തിയത്. ഇതിനു പിന്നാലെ യുവതിക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. ഇന്ന് സംഭവം നടന്ന ബസ് ജീവനക്കാരുടെ മൊഴിയും പോലീസ് ശേഖരിക്കും. ബസ്സിലെ CCTV ദൃശ്യങ്ങളും പരിശോധിക്കും.
പ്രതിയെ പിടികൂടിയാലേ തന്റെ മകന് നീതി കിട്ടൂവെന്നാണ് ദീപകിന്റെ പിതാവ് ചോയി പറയുന്നത്. നല്ല ശിക്ഷ വാങ്ങി കൊടുക്കണം, അതിനെ പുറത്ത് വിടാക്കണം, അതിനെ ശിക്ഷിക്കണം. അങ്ങനെ എൻ്റെ മോനെ ഇതാക്കിയാണ് ഞങ്ങൾ. എൻ്റെ മകൻ്റെ ഞങ്ങളെ ജീവിതം വയ്യാതാക്കി. അല്ല അവൾക്ക് ഒരു ഇതായിട്ട് അവൾക്ക് അവിടുന്ന് കഴിച്ചിടാനുള്ള സ്ഥിതി ഉണ്ടാക്കരുത്. ഇതിനിടെ ഇത്തരം അധിക്ഷേപ വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്ത് BJP സ്ഥാനാർത്ഥി രംഗത്തെത്തി. തൊടുപുഴ സ്വദേശിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അജയ് ഉണ്ണിയാണ് ആഹ്വാനവുമായി എത്തിയത്. എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഈ അപരാധം പറഞ്ഞുണ്ടാക്കുന്നവരെ നേരെ ചെന്നിട്ട് ഒന്ന് ബലാത്സംഗം ചെയ്തിട്ട് ഒന്ന് പോയി മരിക്കുക. അപ്പോൾ നമ്മൾ ചെയ്ത കുറ്റം ചെയ്തു എന്നുള്ള ആ മനസ്സിന്റെ ആ പശ്ചാത്താപത്തോടെ മാന്യമായിട്ട് മരിക്കാം. പ്രതിയെ കണ്ടെത്തിയാലുടൻ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. 24 കോഴിക്കോട്. BJP ദേശീയ അധ്യക്ഷനായി നിതിൻ നബിൻ ചുമതലയേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം പ്രധാനമന്ത്രി പരാമർശിച്ചു. BJP ദേശീയ അധ്യക്ഷ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞയാളാണ് 46-കാരനായ നിതിൻ നബിൻ. യുവമോർച്ചയിലൂടെ BJPയിലെത്തിയ നിതിൻ 12ാമത്തെ BJP ദേശീയ അധ്യക്ഷനാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ നിതിൻ നബിൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഡൽഹി BJP ആസ്ഥാനത്തെ ചടങ്ങിൽ BJPയുടെ മുതിർന്ന നേതാക്കളും കേന്ദ്രമന്ത്രിമാരും BJP മുഖ്യമന്ത്രിമാരും പങ്കെടുത്തു. BJPയിൽ മാത്രമേ ഒരു സാധാരണ പ്രവർത്തകൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുകയുള്ളൂ എന്നും തന്റെ ബോസാണ് നിതിൻ നബിനെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാന്യ നിതിൻ നബിൻ ജി, मैं कार्यकर्ता हूं, वे मेरे बॉस हैं. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായും BJPക്ക് അവസരം നൽകുമെന്നാണ് വിശ്വാസമെന്നും പ്രധാനമന്ത്രി. मुझे पूरा विश्वास है कि आने वाले विधानसभा चुनावों में भी लोग केरला में बीजेपी को अवसर जरूर देंगे. പ്രസിഡന്റ് പദത്തിൽ 6 വർഷം പൂർത്തിയാക്കിയാണ് JP നദ്ദ പടിയിറങ്ങിയത്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.